ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസി വോയേജ്. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള സ്ക്രാമ്പിൾഡ് എഗ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വരണം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പാൻ ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിം ഒന്നും വെച്ച് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 മുതൽ 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബട്ടർ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇനി ബട്ടർ നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ത്രൂ ഔട്ട് ഒരു ലോ ടെമ്പറേച്ചറിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയത്തിൻ്റെ തൊട്ട് താഴെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മുട്ട ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ അങ്ങ് ആകപ്പാടെ ഇളക്കി മറിക്കരുത്. ഇപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മുട്ടയുടെ പതുക്കെ കുക്ക് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പതുക്കെ ഒരു തവി വെച്ചിട്ട് സൈഡിൽ നിന്നും നടുക്കോട്ട് ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെയായിട്ട് എല്ലാ സൈഡിൽ നിന്നും നമുക്ക് പതുക്കെ ഇതുപോലെ നീക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുക്കായ മുട്ടയൊക്കെ നടുഭാഗത്തേക്ക് വരും. കുക്കാവാനുള്ളതൊക്കെ സൈഡിലേക്കും പൊക്കോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് സൈഡിൽ നിന്ന് ഇതുപോലെ നടുക്കോട്ട് നീക്കി കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്കിനി പതുക്കെ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ ഒന്ന് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നടുഭാഗവും പതുക്കെ കുക്കായി കിട്ടും. പെട്ടെന്ന് കുക്കാവാനായിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അവിടെ തന്നെ ഇട്ടേക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അനക്കാതെ ഇടരുത്. അപ്പോൾ അല്ലെങ്കിൽ ഇത് കൂടുതൽ കുക്കായിട്ട് ഇത് ബ്രൗൺ ആയി പോവും. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ നമ്മുടെ മുട്ട ഏകദേശം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് തന്നെ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞു. സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമ്മളിത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. കാരണം നമ്മളിത് റെഡിയായി കഴിഞ്ഞിട്ട് പ്ലേറ്റ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് ഇത് പാനിൽ ഇരുന്നിട്ട് കൂടുതൽ കുക്കാവും. അപ്പോൾ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടമാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഇതാ നമ്മൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള സ്ക്രാമ്പിൾഡ് എഗ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇനി കൂടുതൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഒന്ന് വെതറി കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയും വെതറി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കുന്നവരായിരിക്കും. പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറും ടെക്സ്ചറും ആണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.